ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നില്ല. ഇടയ്ക്ക് ഒരു ഇച്ചിരി തോർന്നു, അതിനൊക്കെ ശക്തിയായിട്ട് ഇങ്ങനെ ചാറി ചാറി നിൽക്കുവാണ്. മഴക്കാലത്തിന്റെ മഴയൊന്നും പെയ്തില്ലല്ലോ, പെയ്ത് തുടങ്ങുമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ രാവിലെ എത്തി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയി, എല്ലാം കഴിഞ്ഞതൊന്നും വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ഇന്ന് വീഡിയോ ഒന്നും എടുക്കണമെന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു. പിന്നെ തന്നെ എടുത്തേക്കാം എന്ന് ഓർത്ത് മടി പിടിച്ചിരിക്കുവായിരുന്നു. എന്നാൽ പിന്നെ എടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ എന്നല്ല, വീഡിയോ ഒക്കെ കണ്ടേച്ച് മാത്രം പോകുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെയായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ. അപ്പം ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ടൊക്കെ ഉള്ളതെല്ലാം ഞാൻ സെറ്റാക്കി എടുത്തേക്കല്ലോ കേട്ടോ. മീൻ വെട്ടാനായിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞൊരു വലിയ മീനാണ്, വലിയൊരു ചൂര. അപ്പം അത് വെട്ടാനുണ്ട്. അപ്പോൾ അത് മഴ ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങി വെട്ടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ ഈ അടുക്കളയിൽ നിന്ന് വെട്ടലേ നടക്കത്തുള്ളൂ. കാര്യം മഴ ചാറ് നിൽക്കുക. പിന്നെ അച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുടയൊക്കെ പിടിച്ചൊന്ന് അവിടെ നിന്ന് വെട്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇട്ടാൽ മതി. വെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ലപോലെ ലോഷനൊക്കെ ഒഴിച്ച് കഴിയാൽ മതി. ഈച്ച ശല്യം അങ്ങനെ വരാതെ നോക്കിയാൽ മതി. അപ്പം മീനൊക്കെ വെട്ടാനായിട്ട് വേണം. അപ്പം ചൂരയാണ് വെട്ടുന്നത്. ചൂരയൊക്കെ വെട്ടാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ കേട്ടോ. ചൂരയൊക്കെ വെട്ടാനായിട്ട് അറിയാത്തവരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയാണ്. അപ്പം ചൂര വെട്ടാനായിട്ട് എളുപ്പം നമുക്ക് വെട്ടുകയൊക്കെ ചെയ്യാം. വലിയ മീൻ എനിക്ക് വെട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. കൊച്ചു മത്തിയൊക്കെ ഇങ്ങനെ ചിരണ്ടി ഇരിക്കുന്ന പാട്. വലിയ മീനാകുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഞാൻ ചൂരാല് പച്ചയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതുപോലെ അത് വെട്ടി കറി വെക്കണം, വറക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ. അപ്പം ഞാനിനി അതൊന്ന് വെട്ടുന്ന വീഡിയോ കാണിച്ചു തരാവേ. മഴയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു രക്ഷയില്ല. വെളിയിൽ നിന്ന് വെട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇന്നും ചെയ്യുന്നിടത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം ഇത് അടുക്കളയിൽ നിന്ന് തന്നെ വെട്ടൽ നടക്കുള്ളൂ. അപ്പോൾ അതിലൊന്ന് വെട്ടിയൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ചൂര എങ്ങനെ വെട്ടുന്നതെന്ന് കാണിച്ചു തരാവേ. ഇത് കേട്ടോ, ഇത്രയും വലിയൊരു മീനാണ്. ഇത് ഞാൻ വെട്ടിയെടുക്കണം. വെട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വെട്ടുന്ന കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. വലിയ ചൂരയാണ്. ഇത് അച്ചാറിടാൻ നല്ലതാണ്. ചൂരമീൻ വെട്ടുന്നത് നമ്മൾ ഇതുണ്ട്, ഈ വാലിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട് നമ്മൾ ഈ സൈഡ് വെച്ച് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരണം. നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം കേട്ടോ. എൻ്റെ പിച്ചാത്തി ഇപ്പം ഞാൻ തേച്ചത്, എന്നിട്ട് അങ്ങോട്ട് മൂർച്ച പോരാ. ഇവിടെ ഇച്ചിരി കൂടി ഇങ്ങനെ താത്ത് ചെതമ്പലും തൊലിയും കൂടെ ഒന്ന് കളഞ്ഞെടുക്കണം ഇവിടെ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യണേ. ഇതുപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ സൈഡ് ചെത്തിക്കളയണം. തൊലിയാണ് ചെത്തുന്നത്, ദശയല്ല കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെത്തുകൊണ്ടില്ല. ചിലപ്പോൾ ഇവിടുന്ന് പിച്ചാത്തി തെറിച്ചു വന്ന് എൻ്റെ കയ്യിൽ എത്ര പ്രാവശ്യം കൊണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെത്തി കളയണം. നല്ല മഴയാണ് വെളിയിൽ.
ഇനി ഇത് ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇനി കത്രിക എടുക്കാൻ നമുക്ക് എളുപ്പം എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിച്ചാത്തിയോണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കീറി കൊടുക്കണം. സൈഡ് ഒരു ഇച്ചിരി പൊളിച്ചു കൊടുത്താൽ മതി. പൊളിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വയറിൻ്റെ സൈഡ് ആയതുകൊണ്ടുണ്ടല്ലോ അവിടെ വലിയ കട്ടിയില്ലാത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയാണ് കേട്ടോ, അല്ലാതെ അകത്തോട്ട് ഇറക്കിയല്ല ഞാനത് മുറിച്ചേക്കുന്നത്. തൊലി മാത്രമായിട്ട് ഇങ്ങനെ കത്രിക കയറ്റി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് ഇനി ഇതൊരു സൈഡിൽ നിന്ന് അങ്ങ് വലിച്ചാൽ മതി. വലിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് അങ്ങ് പോരും. അപ്പം ഞാൻ ആ സൈഡ് ഒരിച്ചിരി വിടാനുള്ളതൊന്ന് വിടിയിച്ച് ഇങ്ങനെ വിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പച്ചയല്ല കേട്ടോ. ഞാനത് നല്ല പച്ചയായിരിക്കുന്നതെന്ന് വിചാരിച്ചത്. അത്ര പച്ചയല്ല, എന്നാൽ അഴുക്കുമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറിൻ്റെ സൈഡത്തെ അത് തൊലി ഇരിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ആ മീനിൻ്റെ ദേശം ഇങ്ങി പോരും. അപ്പോൾ അതിങ്ങനെ പിച്ചാത്തി കൊണ്ട് പതിയെടുത്തത്. പിന്നെ പിച്ചാത്തിക്ക് ഒരു ഇച്ചിരി മൂർച്ചോറാണ് കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഇച്ചിരി മുറിയാൻ ഇച്ചിരി പാട് വരുന്നത്. അപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുപോയിട്ട് തേച്ചൊക്കെ എടുക്കാമെങ്കിൽ നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പിടിച്ച് വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്.
വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഇനി ഇവിടെ ഒന്ന് കഴുകി വിട്ടേച്ച് വേണം ഇനി മീൻ വെക്കാനായിട്ട്. മീൻ വെട്ടി ഇനി ഒരു പീസാക്കാനായിട്ട്. ഞാൻ ഇതിലോട്ട് വെച്ചാണ് പീസാക്കി എടുക്കുന്നത്. ഇതിനി കറി വെക്കാനും വറക്കാനും ആയിട്ടുള്ള പീസാക്കി മുറിച്ചെടുക്കും. ഇതൊക്കെ കറി വെക്കാനായിട്ട് എടുക്കത്തുള്ളൂ. ഇച്ചിരി മുള്ളോട് കൂടി ഇതൊക്കെ കറി വെക്കാനായിട്ട്, അല്ലാത്തത് വറക്കാൻ. ഇപ്പം മീൻ വെട്ടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പീസാക്കാൻ വലിയ പാടില്ല, വെട്ടാനാണ് നമുക്ക് പ്രയാസം. ഇതൊക്കെ മുള്ളും ഒക്കെയാണ്. ഇനി ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കും. എന്നിട്ട് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വറക്കാനുള്ള നമുക്ക് ഏതായാലും ഇവിടെ ഇത്രയും ഒരു വലുപ്പത്തിൽ വറക്കുന്ന ഇവർക്ക് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ വറക്കാനായിട്ടായിട്ട് പീസാക്കി എടുക്കും. ഇനി ഞാനിതെല്ലാം ഒന്ന് മുറിച്ച് കഴുകിയെടുത്തിട്ട് കാണാമേ. ഒരു സൈഡിൽ ഇങ്ങനെ മുള്ളു നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാവേ. ആ സൈഡ് വെട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ തിരിച്ച് വെച്ച് ഇങ്ങനെ മുറിച്ച് വെച്ച് ഇതെന്നിട്ട് ഇങ്ങനെ വെട്ടിങ്ങി പോയി മുള്ളേന്ന്. ഒരു സൈഡ് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡ് പെട്ടെന്ന് പോയി. ചിലപ്പോൾ നമ്മൾ മുള്ളിങ്ങനെ വെട്ടുമ്പോൾ ശരിക്കും മുറിഞ്ഞ് കിട്ടത്തില്ല. അന്നേരം ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. മീനെല്ലാം കഴുകിയെടുത്തു കേട്ടോ. ഇത്രയും വറക്കാനും ബാക്കി കറി വെക്കാനും കൂടെ ആയിട്ട്. ഇത് കറി വെക്കാൻ തലയും കുറേ കഷ്ണങ്ങളെല്ലാം ഇട്ട് അത് കറി വെക്കാനായിട്ട്. ഇനി വറക്കാനുള്ളതെല്ലാം ഞാൻ ആദ്യം മുളക് പുരട്ടി വെക്കട്ടെ. എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ ക്ലീൻ ചെയ്താണ് വലിയൊരു പണി കേട്ടോ. ക്ലീൻ ചെയ്ത് വലിയൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കണ്ടല്ലോ, നമ്മൾ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഈച്ച കയറും. അത് ഇച്ചിരി ലിക്വിഡ് ഒഴിച്ചൊന്ന് കഴുകി വെച്ച് പിന്നെ ലോഷൻ ഒഴിച്ചങ്ങ് വിട്ടാൽ മതി. അന്നേരം പിന്നെ സ്മെല്ലും വരത്തില്ല.
മീൻ വറക്കാനായിട്ടുള്ളതാണേ. അപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളിയും പിന്നെ കുരുമുളക് പിന്നെ മുളക് പൊടി ഞാനൊന്ന് ഇച്ചിരി ഒന്ന് കുഴച്ചെടുത്ത് വെള്ളത്തിൽ, അല്ലെങ്കിൽ മിക്സിയിലോട്ടിട്ട് അരയ്ക്കുമ്പോണ്ടല്ലോ അതിൻ്റെ അടിയിൽ അരഞ്ഞ് കിട്ടത്തില്ല നല്ലപോലെ, പൊടിയായിട്ട് അടിയിൽ കിടക്കും. പിന്നെ ഒരു 5-6 കടുകും കൂടി ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടേക്കുന്ന എന്നതിനാന്ന് ചോദിച്ചാൽ ഈ മീൻ കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ കുറേ ദിവസത്തേക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് അഴുക്കാകും നമ്മൾ മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു ശകലം കടുകും കൂടെ ചേർക്കാമെങ്കിൽ മീൻ പെട്ടെന്ന് അങ്ങനെ അഴുക്കാകത്തില്ല കേട്ടോ. അതിനോട് ഇനി ഇതിനകത്തൊരു ശകലം ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ച് നല്ലപോലെ അരച്ചുകൊണ്ട് വരട്ടെ. മീൻ വറുക്കുന്നതിന് ഞാൻ ശകലം ഉപ്പ് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അരച്ചെല്ലാം പരട്ടിയെടുത്ത് വെച്ചു. ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. അപ്പോൾ മീൻകറിയും വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് തോരനും കൂടാണ് വെച്ചത് കേട്ടോ. പിന്നെ മീൻ വറുത്ത്. ഇത്രയായിരുന്നു ഉച്ചയ്ക്കത്തെ കറികളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.